ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി കൃഷിഭൂമി കൃഷിക്കാരനെന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൗലികമായ മുദ്രാവാക്യം നടപ്പിൽ വരുത്തുന്നതിനുള്ള സംരംഭം. കൃഷി ചെയ്യുന്ന കർഷകർക്ക് സ്ഥിരാവകാശം, കുടിയാന് മര്യാദാപാട്ടം, ഭൂ ഉടമസ്ഥതയ്ക്ക് പരിധി, കൃഷിക്കാർക്ക് കൈവശം വയ്ക്കുന്ന ഭൂമി ജന്മിയുടെ കയ്യിൽ നിന്ന് ന്യായമായ പ്രതിഫലം കൊടുത്തു വാങ്ങാൻ അധികാരം, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണം എന്ന നിലയ്ക്ക് നമ്മുടെ സ്റ്റേറ്റിലെ ഭൂ ഉടമ ബന്ധ നിയമനിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണ്. കെ.ആർ. ഗൗരിയമ്മ റവന്യൂ മന്ത്രി എന്ന നിലയിൽ കർഷക ബന്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗമാണ് ഇത്. കേരളപ്പിറവിക്ക് ശേഷം രൂപം കൊണ്ട EMS സർക്കാരിന്റെ നിർണായക ഇടപെടലായിരുന്നു ഭൂപരിഷ്കരണ നിയമം. സംസ്ഥാനത്തെ ഭൂ ഉടമ ബന്ധം, ഭൂപരിഷ്കരണ നിയമം പൊളിച്ചെഴുതി. തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഭൂപരിഷ്കരണ നിയമം മാറ്റിയെഴുതി. 1957 ഏപ്രിൽ 5 അധികാരത്തിൽ വന്ന EMS സർക്കാർ ചുമതലയേറ്റ് 6 ദിവസത്തിനുള്ളിൽ ഭൂപരിഷ്കരണ നിയമത്തിന് വഴിയൊരുക്കാൻ നടപടി തുടങ്ങി. കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ടായിരുന്നു ഇടപെടൽ തുടങ്ങിയത്. കൈവശ ഭൂമിയുടെ പരിധി, കുടിയാന് ഭൂമിയിൽ സ്ഥിരാവകാശം, വ്യത്യസ്ത പാട്ടാവകാശങ്ങൾ എന്നിങ്ങനെ ഏറെ സവിശേഷതകളുള്ളതായിരുന്നു കർഷക ബന്ധ ബില്ല്. 88 ദിവസം നീണ്ട ചർച്ചയ്ക്ക് ശേഷം ബിൽ പാസായി. ഒരു കുടുംബത്തിന് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂമി 15 ഏക്കറായി നിജപ്പെടുത്തി. ബാക്കി വരുന്നത് മിച്ച ഭൂമിയായി പ്രഖ്യാപിക്കും. തോട്ടങ്ങളെ ഭൂപരിധിയിൽ നിന്ന് ഒഴിവാക്കും. നിയമം നിലവിൽ വന്നതോടെ സംസ്ഥാനത്ത് ജന്മി സമ്പ്രദായം അവസാനിച്ചു. എല്ലാ കുടിയാന്മാരും സ്വന്തം ഭൂമിയുടെ അവകാശികളായി മാറി. കേരള ഭൂനിയമങ്ങൾ ഭരണഘടനയുടെ 9ാം ഷെഡ്യൂളിൽ പെടുത്തി. പിന്നീട് C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമവും 1974 കേരള കർഷക തൊഴിലാളി നിയമവുമൊക്കെ ഈ ദിശയിലുണ്ടായ മറ്റ് ഇടപെടലുകളായിരുന്നു. സാമൂഹ്യ അസമത്വങ്ങൾ നീക്കുന്നതിൽ ഭൂപരിഷ്കരണ നിയമം വഹിച്ച പങ്ക് ചെറുതല്ല. ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് പിൽക്കാലത്ത് പുതിയ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടായെങ്കിലും ആധുനിക കേരളത്തിന്റെ ഗതി നിശ്ചയിച്ചതിൽ ഭൂപരിഷ്കരണം ഏറെ സുപ്രധാനമായി. ഭൂമിയുടെ യഥാർത്ഥ അവകാശികളിലേക്ക് ഉടമസ്ഥത എത്തിയോ എന്നതിനെപ്പറ്റി ഭൂപരിഷ്കരണ നിയമം നടപ്പായ ശേഷം പല ചർച്ചകളും ഉണ്ടായി. പക്ഷേ അപ്പോഴും ഭൂപരിഷ്കരണ നിയമം തലയെടുപ്പോടെ തന്നെ നിലകൊണ്ടു.